ഒരു പേരിൽ എന്തിരിക്കുന്നു? ഒരു പേര് കണ്ടെത്താൻ ഇന്ന് എത്രമാത്രം മാനദണ്ഡങ്ങളാണ്. അക്ഷരമാലാക്രമത്തിൽ ആദ്യം വരണം, ഒപ്പിടുമ്പോൾ മനോഹരമായിരിക്കണം, മറ്റാർക്കുമില്ലാത്ത പേരായിരിക്കണം, ചെറുതായിരിക്കണം, വലുതായിരിക്കണം, പ്രശസ്തരുടേതായിരിക്കണം, അങ്ങനെ അങ്ങനെ. ഇനി ലോകപ്രശസ്ത ചിത്രകാരൻ സാൻഡ്രോ ബോട്ടിസെല്ലിയെ പരിചയപ്പെടാം. നവോത്ഥാന കാലത്തെ അതിപ്രസിദ്ധൻ. ഒരു സ്വർണ്ണപ്പണിക്കാരനായിട്ടായിരുന്നു ജീവിത തുടക്കം. ആ കാലഘട്ടത്തിലായിരുന്നു ബോട്ടിസെല്ലി എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. ചിത്രകാരനായപ്പോഴും ആ പേരിനെ അദ്ദേഹം കൂടെ കൂട്ടി. പിന്നീട് ആ പേരിൽ തന്നെ ബോട്ടിസെല്ലി അതിപ്രസിദ്ധനായ ചിത്രകാരനായി. ഇനിയാണ് ട്വിസ്റ്റ്. ബോട്ടിസെല്ലി എന്ന പേര് ഒരു ചെറിയ ഇരട്ടപ്പേരായിരുന്നു. ചെറിയ വീപ്പ എന്നായിരുന്നു ആ കളിയാക്കലിന്റെ അർത്ഥം. പേരുകൾ സൂചകങ്ങൾ മാത്രമാണ്. മറ്റുള്ളവർ എന്തും വിളിക്കട്ടെ, നമ്മൾ ഉയർന്നു ചിന്തിച്ച് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ കഴിവും മികവും സമ്മാനിക്കുന്ന പേരിലും വലുതല്ല മറ്റൊന്നും. ശുഭദിനം.